നമസ്കാരം. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ മഹാകവി കുമാരനാശാനെ പറ്റി രണ്ടു വാക്ക്. നാരായണൻ പെരിങ്ങാടിയുടെയും വാളിയമ്മയുടെയും മകനായി 1873 ഏപ്രിൽ 12 കായിക്കരയിൽ ജനിച്ചു. കുമാരു എന്നാണ് ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ പല ശ്ലോകങ്ങളും കൃതികളും എഴുതുവാൻ തുടങ്ങി. ശ്രീനാരായണ ഗുരു ആശാന്റെ അടുത്ത ഉപദേഷ്ടാവും വഴികാട്ടിയുമായിരുന്നു. ഒരു ദിവസം ഒരു സംഘടനയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി നാരായണ ഗുരുവിനോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടതായിരുന്നു. പക്ഷേ പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ടപകടം അദ്ദേഹത്തിന്റെ ജീവൻ തട്ടിയെടുത്തു. അദ്ദേഹത്തിന്റെ വേർപാട് മലയാളികൾക്കും മലയാള ഭാഷയ്ക്കും തീരാ നഷ്ടമായി. എങ്കിലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച നളിനി, ലീല, വീണപോവ്, കരുണ എന്നിവ മികച്ച ഗ്രന്ഥങ്ങളാകുന്നു. ഇവയിൽ കരുണ ഒരു വ്യത്യസ്ത കൃതിയാകുന്നു. അതിലെ കഥാനായിക വാസവദത്ത അങ്കലാവണ്യം കൊണ്ട് അതീവ സുന്ദരിയായിരുന്നു. ഈ ബാഹ്യ സൗന്ദര്യത്തിൽ മതിമറന്ന അവൾ ഒരു ദുർനടപ്പുകാരിയായി ജീവിച്ചു. ഒരു നാൾ ഒരു തൊഴിലാളി നേതാവിനെ സ്വന്തമാക്കി ജീവിക്കുവാൻ തുടങ്ങി. ഇതിനിടെ ഒരു ദിവസം മഹാതേജസ്വിയായ ഒരു ബുദ്ധഭിക്ഷുവിനെ കാണാനിടയായി. അദ്ദേഹത്തിന്റെ ആഹാരവടിവത്ത സൗന്ദര്യത്തിൽ അവൾക്ക് ആഗ്രഹമുണ്ടായി. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ തോഴിമാരെ പറഞ്ഞയച്ചു. പക്ഷെ ആ ബുദ്ധഭിക്ഷു താൻ സമയമാകുമ്പോൾ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു തോഴിമാരെ പറഞ്ഞയച്ചു. അതിനിടയിൽ കച്ചവടത്തിനായി ഒരു ചെട്ടിയാർ വാസവദത്തയുടെ നാട്ടിലേക്ക് വന്നു. ചെട്ടിയാരെ സ്വന്തമാക്കാൻ വേണ്ടി തൊഴിലാളി നേതാവിനെ കൊന്ന് കുഴിച്ചുമൂടി. തൊഴിലാളി നേതാവിന്റെ ബന്ധുക്കൾ ഈ കൊലപാതക നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും വാസവദത്തയ്ക്ക് അതികഠിനമായ ശിക്ഷയും ലഭിച്ചു. അവളുടെ കർണനാസികാഭുജങ്ങളും കൈകാലുകൾ ഛേദിച്ച് ചുടുകാട്ടിൽ തള്ളി. ഉറ്റ ഒരു തോഴി മാത്രം കാക്കയും കഴുകനും തന്റെ യജമാനത്തിയെ കൊത്തിവലിക്കാതിരിക്കാൻ കാവലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്നു. ഈ സമയത്ത് ബുദ്ധഭിക്ഷു ധർമ്മം ശരണം സംഘം ശരണ എന്നുരുവിട്ടുകൊണ്ട് കടന്നു വരുന്നു. തോഴിയുടെ സഹായത്തോടെ മുഖം മറച്ച തുണി മാറ്റി വാസവദത്തയെ നോക്കി. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരും ഒരു മൃദുമന്ദഹാസ്മിതവും മിന്നിമറഞ്ഞു. ഭിക്ഷു കുനിഞ്ഞു നിന്ന് ആ കണ്ണുനീര് തുടച്ചു മാറ്റി. കരുണയുടെ സ്പർശനമേറ്റ വാസവദത്ത ഈ ലോകത്തോട് വിട പറഞ്ഞു. ഭിക്ഷുവും തോഴിയും കൂടി സംസ്കാരകർമ്മം നടത്തുകയും ചെയ്തു. ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് സംതൃപ്തിയോടെ ഭിക്ഷു യാത്രയായി.